ഹായ് ഗൈസ്, നമുക്കിതൊരു വാട്ടർ ഡാമേജ് ആയിട്ടുള്ള ഒരു മിനി 4 Pro ആണ് സർവീസിന് വന്നിരിക്കുന്നത്. കസ്റ്റമർ ഇഷ്യൂ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മരത്തിൽ വന്ന് തട്ടി, എന്നിട്ട് നേരെ ഇത് ഒരു കല്ലിൽ വന്നടിച്ചു. കല്ലിൽ വന്നടിച്ച സമയത്ത് ബാറ്ററി പുറത്തേ ആടി, എന്നിട്ട് ഡ്രോൺ മാത്രം വെള്ളത്തിൽ പോയി. പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. കസ്റ്റമർ നേരെ ഒരു ദിവസം എടുത്ത് ഇത് അരിയിലോട്ട് എടുത്ത് വെച്ചു, എന്നിട്ട് പിറ്റേ ദിവസം നേരെ എടുത്ത് ബാറ്ററി ഇട്ട് ഓണാക്കാൻ നോക്കി. ബാറ്ററി ഇട്ട് ഓണാക്കാൻ നോക്കിയപ്പോൾ ഇത് ഓണാകുന്നില്ല. നമ്മൾ മിക്കവരും ചിന്തിക്കുന്ന തോട്ട് പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് അരിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളമെല്ലാം വലിഞ്ഞ് നോർമലായിട്ട് തന്നെ ഇത് ഓണായി വരും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു മിത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോർ ബോർഡും, അതായത് എല്ലാ മെയിൻ ബോർഡിനകത്തും മെറ്റൽ കേസിങ്സും തെർമൽ പേസ്റ്റിങ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കവർ ചെയ്യുന്ന ഒരു മെറ്റൽ ഷീൽഡിനകത്താണ്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വരുന്നു കഴിഞ്ഞാൽ ഇത് വലിയത്തില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള DJ സർവീസ് സെൻറ്ററിൽ ഡ്രോൺ എത്തിക്കുക, ഡ്രോൺ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യാം. മെയിൻ ബോർഡ് ഓരോരോ സെക്ഷൻസ് അഴിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അൾട്രാസോണിക് ക്ലീനേഴ്സ് പോലെ ഒരു ക്ലീനേഴ്സ് ഉണ്ട്, അതിൽ നമ്മൾ ബോർഡ് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. ഇങ്ങനെയാണ് നോർമലി വർക്ക് ചെയ്യുന്നത്. ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2-3 കപ്പാസിറ്റേഴ്സ് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു, ഒരു ICയും കത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രോൺ എല്ലാം നോർമലായിട്ട് തന്നെ ഓണായി വരുന്നുണ്ട്, ഫങ്ഷനിങ്ങും എല്ലാം നോർമലാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ എയർപിക്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ മാക്സിമം നിങ്ങളുടെ വാട്ടർ ഡാമേജ് ആയിട്ടുള്ള ഡ്രോണെല്ലാം റിപ്പയർ ചെയ്ത് തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.